ഹലോ എവരിവൺ, ജെ ടോക്സിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കണ്ടൻ്റ് ആയിട്ട് നിങ്ങൾ വരുന്നത്. ഇന്ന് കാണാൻ പറ്റും എൻ്റെ പുറകിൽ ഒരു വളരെ മാഗ്നിഫിസൻ്റ് ആയിട്ടൊരു വണ്ടർഫുൾ ബിൽഡിംഗ്, ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഞാൻ എത്ര പറഞ്ഞാലും വാക്കുകൾ ചെറുതായി പോകും. അത്രയും മനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വെരി സൂൺ മൈ ഹോം. അതുപോലെ തന്നെ ഒത്തിരിയും ഡോക്യുമെൻ്ററീസിൽ ഇങ്ങനെ വരാൻ പോകുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇത് എൻ്റെ കസിൻ സിസ്റ്റർ ആൻഡ് ഹസ്ബൻഡ് ബിനുച്ചാനും സി ചേച്ചിയുടെയും കൊട്ടാരമാണ്. ബിൽഡ് ഓവർ എ സ്ക്വയർ ഫീറ്റ് ഓഫ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 12,000 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഈ ഒരു ഫുൾ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാം. Come on. കാഴ്ചകളുണ്ട് കാണാൻ. ലേറ്റസ്റ്റ് ബേസിക്കലി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഹൈ എൻഡ് ടെക്നോളജിയാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ഗ്ലാസ് വർക്കും പിന്നെ നമുക്ക് ഓപ്പൺ സ്പേസ് തീമാണ് ഈ ഒരു വീടിൻ്റെ സ്പെഷ്യാലിറ്റി. ഒന്നും കാണാൻ പറ്റും. ഇവിടെ ഒരു നമുക്കൊരു സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ വോളൊന്നുമില്ല, ബട്ട് ദേ യൂസ് സം കൈൻഡ് ഓഫ് സ്റ്റീൽ ഗ്രിഡ്സ്. അപ്പം ഈ ഒരു ഡിസൈൻ വെച്ച് നമുക്കറിയുന്നത് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ഈ ഒരു ഡിസൈനിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കോളിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പം ഇവിടുന്ന് വിളിച്ചാൽ സൗദിയിലാണ് ഇപ്പോൾ എൻ്റെ ചേച്ചി. അപ്പം ചേച്ചിയോട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ചേച്ചി കാണാൻ പറ്റും ആരെ വിളിക്കുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ട് പോകാം, അപ്പം പോകുന്നില്ല. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ തിരിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇത് ജീസസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. ഗെറ്റ്സെമനെ മൗണ്ട് ഓഫ് ഒലീവ്സിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഡോറിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇവിടെ സീ ത്രൂ വിൻഡോസ് ഒക്കെ ഉണ്ട്. അപ്പം അറിയാൻ പറ്റും ഇപ്പോൾ ആരും വരുവാണെങ്കിലും ആരെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ഹൈ ക്വാളിറ്റി വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതാണ് ഇലക്ട്രോണിക് ഡോർ വിത്ത് ഫിംഗർ പ്രിൻറ്റ് ടെക്നോളജി. അപ്പം നമ്മൾ ഇൻ കേസ് ഈ വീട്ടിൻ്റെ സ്പെഷ്യാലിറ്റി താക്കോല് മറക്കത്തില്ല. ഇത് എല്ലാം ഒരു ഫിംഗർ പ്രിൻറ്റിൽ കൂടെയാണ് ഫുൾ ലോക്കും അൺലോക്ക് മെക്കാനിസവും ഇവിടെ നടക്കുന്നത്. എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൽ കൂടെയാണ് ഈ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു മിറർ നമ്മളെങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗെറ്റപ്പ് നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ ഒരു റൂമിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റിംഗ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിസിറ്റിംഗ് റൂം എന്ന് പറയാം. ഇതാണ് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരെ ഇരുത്തി അവരെ ഹോസ്റ്റ് നമ്മളവരെ ഗ്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു മുറിയിലാണ്. അപ്പം ദിസ് ഈസ് ദി ഗസ്റ്റ് വിസിറ്റിംഗ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം as you can see here, the highly rich leather sofa seats ആണ്. It's good material, good quality, നല്ല ബൗൺസ് ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇവിടെ എല്ലാ റൂംസിലും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു റഗ് കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹൈ ടെക് ഫാൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോട്ട് ഇറ്റ്സ് ഓൺ ലൈറ്റ് ആൻഡ് ഇറ്റ്സ് ഗോട്ട് യു ക്യാൻ കൺട്രോൾ ദി സ്പീഡ് യൂസിങ് ദിസ് സ്വിച്ച്. ഇത് കൂടാതെ ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് റിമോട്ടും ഉണ്ട്. തൽക്കാലം എൻ്റെ റിമോട്ട് ഇല്ല, അപ്പോൾ നമ്മളത് കാണിക്കുന്നില്ല. പിന്നെ കമ്മിങ് ടു ദി വാൾ ഡിസൈൻ, ഇത് കാണാൻ പറ്റും ഹൈ ക്വാളിറ്റി ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബോർഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ദി ഇൻഡോർ ഡെക്കറേഷൻ. ആൻഡ് വി ഹാവ് എ 2-ton AC also for the living room. പിന്നെ കമ്മിങ് ടു ദി ഓട്ടോമാറ്റിക് സ്വിച്ച്, അപ്പം ഇത് കാണാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള നോർമൽ മാനുവൽ സ്വിച്ചസ് അല്ല, ദീസ് ആർ ഓൾ ടച്ച് സെൻസിറ്റീവ് സ്വിച്ചസ്. അപ്പം ഏതാ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് ഏത് ഓഫ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ നീക്കി കഴിഞ്ഞാൽ യുവർ സ്വിച്ചസ് ദി ലൈറ്റ് ഓൺ ആക്കണ്ടേ ആ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ്ലി ലൈറ്റ്സ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും.
ഇത് നമ്മുടെ മെയിൻ ലിവിംഗ് റൂമിലോട്ട് വന്നിരിക്കുന്നു. ഇതാണ് ലിവിംഗ് റൂം. ഇവിടെ ഒരു 75 ഇഞ്ച് TV സ്മാർട്ട് TV ഉണ്ട്. ബൂഫർ സിസ്റ്റം, ഒരു സെന്റർ ടേബിൾ ആൻഡ് കാർപ്പറ്റ് സർവൈഡ് ബൈ കുഷൻസ്. ഇവിടെ എല്ലാം നല്ല സോഫ സെറ്റ്, ഹൈ എൻഡ് ലെതർ സോഫ സെറ്റ്സ് ആണ്. പിന്നെ ഇവിടെ വൈഫൈ ടച്ച് ഫാൻ. അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ, സോ ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഡൈനിങ് ഹാൾ. കാണാൻ പറ്റുന്നത് ഒരു വളരെ സിമ്പിൾ ആൻഡ് യുണീക് ഡിസൈനിലെ ഒരു കൗണ്ടറാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് ഡ്രോയിങ് ഇതാണ്. പിന്നെ കമ്മിങ് ടു ദി സീലിംഗ്സ് ഇന്ന് കാണാൻ പറ്റും. വളരെ സഫീഷ്യൻറ്റ് ലൈറ്റിംഗ് ഉണ്ട് ഇവിടെ. ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഫാൻ ആണെങ്കിലും വിത്ത് ലൈറ്റ്സ് ആൻഡ് ഓട്ടോമാറ്റിക് ഫാനാണ്. അത് ഇവിടെ കാണാൻ പറ്റും. ഇത് ചേർന്നൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഹൈലി റിച്ച് ഡെക്കറേറ്റഡ് കുഷൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. എല്ലാം ടീക്ക് വുഡാണ്. പിന്നെ ടേബിൾ ടോപ്പ് ആണെങ്കിലും മാർബിളാണ്. പിന്നെ കമ്മിങ് ടു ദി പിന്നെ കമ്മിങ് ടു ദി കിച്ചൺ, ഇതൊരു ഓപ്പൺ ഏരിയ കിച്ചൺ ആണ്. ഇത് കണ്ടോ, ഇവിടെ വി ഹാവ് ഇറ്റ്സ് ഓൾ ഹൈ എൻഡ് കുക്കിംഗ് അപ്ലയൻസസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജസ് ആൻഡ് നമുക്കിവിടെ ബോഷിൻ്റെ മൈക്രോവേവ് ഓവൻ, പിന്നെ അല്ലാതെയുള്ള ഹീറ്റിംഗ് ഓവൻസ് ആൻഡ് പാൻട്രീസ്, ഇവിടെ സ്റ്റൗസ് ആൻഡ് ഡിഷ് വാഷിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു കിച്ചൻ്റെ. പിന്നെ ഡിഷ് വാഷ് ഇത് രണ്ട് ഇതായിട്ടല്ലേ? രണ്ട് ഇത് ഡോർ ആണെങ്കിലും സ്ലൈഡിംഗ് ഡോറാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാൻ മാക്സിമം നമ്മൾ സ്പേസ് ഇവിടെ ഉപയോഗിക്കും. മാക്സിമം നമുക്ക് സ്പേസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു കിച്ചണിൽ കൂടെ. ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇത് നമുക്ക് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് എയർ ഫ്ലോ ഉണ്ട്, സ്പേസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇവിടെ കൂടാതെ ഇവിടെ ചെറിയ സ്റ്റോറേജ് ഏരിയയും ഉണ്ട്. കമ്മിങ് ടു ദ കിച്ചൺ മെയിൻ വർക്ക് ഏരിയ, ഇവിടെ ചെറിയ സ്റ്റോർ റൂം ഉണ്ട്. ഇവിടെ നമുക്ക് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ചെറിയ സിങ്ക്, കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി. കമ്മിങ് ടു ദി മെയിൻ വർക്ക് ഏരിയ, കിച്ചൺ വർക്ക് ഏരിയ, സ്റ്റൗ, അതുപോലെ തന്നെ ബേസിൻസും വാഷ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെയാണ് ഉണ്ട്. പിന്നെ നമ്മൾ ഇത് കൂടാതെ ഒരു ചെറിയൊരു ഗസ്റ്റ് സെർവൻറ്റ് ക്വാർട്ടേഴ്സും ഉണ്ട്. സെർവൻറ്റ് ക്വാർട്ടേഴ്സ് ഒരു റൂം, രണ്ട് റൂമും ചെറിയൊരു ബാത്റൂം. സെർവൻറ്റ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു ചെറിയൊരു കിച്ചൺ, ഒരു ചെറിയ ഈ സെർവൻറ്റ് ക്വാർട്ടേഴ്സിൻ്റെ ചെറിയൊരു കിച്ചൺ റൂമാണ്. ടവും സിങ്കും ഒക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഇതൊരു ബെഡ്റൂമുമാണ്. അപ്പോൾ അടച്ചിട്ടേക്കുക. ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് ഹൗസ്, ഒരു നടുമുറ്റം. നമ്മുടെ കേരള ട്രഡീഷണൽ ഹൗസസ് അറിയാമല്ലോ, ഒരു വീടിൻ്റെ സെൻറ്ററിൽ ഒരു നടുമുറ്റമുണ്ട്, വെള്ളം ഇറങ്ങി വരാനും. അതുപോലെ ചെടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു നടുമുറ്റമാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഈ വീടിൻ്റെ. അപ്പോൾ എല്ലാ വീടിൻ്റെയും അപ്പം ഈ ഒരു വീട്ടിൽ ഇതൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ലൈറ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു നടുമുറ്റത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മാക്സിമം ലൈറ്റിംഗ് ആൻഡ് ആൻഡ് വെന്റിലേഷൻ നമുക്ക് ഇത് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അതുകൂടാതെ ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ആണ് ഈ റൂമിന് ഈ ഒരു നടുമുറ്റം വെച്ച് നമുക്ക് കിട്ടുന്നത്. പിന്നെ കമ്മിങ് ടു എ സ്മോൾ പ്ലേ ഏരിയ, ഇവിടെ പിള്ളേർ കളിക്കാനും അതുപോലെ തന്നെ ഇരിക്കാനും ചെയറൊക്കെ വെച്ച് നമുക്ക് ഒരു ചെറിയൊരു ഏരിയ, ഒരു മെഡിറ്റേഷൻ സോൺ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ഒരു സെക്ഷനിൽ. കമ്മിങ് ടു ദി ബെഡ്റൂംസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റിലാക്സിംഗ് റൂംസാണ്. ഇവിടെ ഒരു കസ്റ്റമർ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാണാൻ പറ്റുന്നു ലൈറ്റിംഗ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും വളരെ കോസിയാണ്. പിന്നെ ഇത് വെച്ചാണോ മാറ്റുന്നത്? ഇവിടെയും പറ്റും, മേളിലും പറ്റും. റൂഫ് ഇല്ല, അത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് മേളിൽ ഇത് വേറെ ഒരു ഗസ്റ്റ് റൂമാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈലി ഡെക്കറേറ്റഡ് ഹൈലി ഫേർണിഷ്ഡ് റൂംസ് ആണ്. റിച്ച് കാർപ്പറ്റ്സ് ആൻഡ് ബെഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ കുഷൻ ബെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ കാണുന്ന ബെഡ്സ് കൊണ്ടല്ല, തടിയും അങ്ങനത്തെ ഇതൊന്നുമില്ല.
നല്ല കുഷൻസ്, അതുപോലെ തന്നെ ഇറ്റ്സ് മോഡുലാർ ബെഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കമ്മിങ് ടു ദി വാഷ്റൂം, ഇവിടെ ചെറിയ ഷോ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് റൂംസ്, സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ മാക്സിമം കൺവീനിയൻറ്റ് ഡിസൈനാണ്. പിന്നെ ബാത്റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ as you can see here, washroom, wash basin, faucet and a shower cubicle. അപ്പം ഗ്ലാസ് ഷവർ ആണ് ഇവിടെ. അപ്പം വാട്ടർ ഇങ്ങോട്ട് സ്പിൽ ആകത്തില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ഇപ്പം ഷവർ ആണെങ്കിലും ഹൈ ആൻഡ് ഷവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ സ്പെഷ്യാലിറ്റി ഒന്ന് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ലൈറ്റ് ഓഫാണ്. അപ്പോൾ നമ്മുടെ മൂവ്മെന്റ് അനുസരിച്ച് ആളുടെ പ്രസൻസ് ഫീൽ ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓൺ ചെയ്യും. ഇല്ല, ഇപ്പൊ ഓൺ ആയിരുന്നു, നമ്മൾ കയറിയത് കൊണ്ട്. പക്ഷേ സെൻസ് ചെയ്ത് ലൈറ്റ്. അപ്പോൾ രാത്രിയിൽ ഇൻ കേസ് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം, അപ്പം സ്വിച്ച് താപ്പി നമ്മൾ കുത്തിവിടണ്ട, നമുക്ക് ഡയറക്റ്റ്ലി ബാത്റൂമിലോട്ട് കയറാൻ പറ്റും വിത്ത് ലൈറ്റ് ഓൺ. സ്റ്റേജിലാണെങ്കിലും ഇപ്പോൾ രാത്രി നമ്മൾ മൂവ് ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് മോഷൻ സെൻസർ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇതൊരു ഓട്ടോമാറ്റിക് സെൻസിങ് സ്റ്റെയർ കേസ് ആണ്. പിന്നെ സ്റ്റെയർ കേസ് ആണെങ്കിലും ഗ്ലാസ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അറ്റ് ദ സെയിം ടൈം ലൈറ്റ് പാസ് ചെയ്യാൻ അനുഭവിക്കും. അതിൻ്റെ ഒരു ഓപ്പൺ ഫീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ. പിന്നെ വന്നിരുന്ന ചെറിയൊരു ലോഞ്ചിൻ്റെ ഒരു പ്ലേസിലാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് വി ക്യാൻ എൻജോയ് ദ വ്യൂ. അപ്പം ഇവിടുത്തെ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു ബോളും ഗ്ലാസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം മാക്സിമം ലൈറ്റ് റൂമിനകത്തോട്ട് കയറും. പിന്നെ കമ്മിങ് ഇവിടെ ചെറിയൊരു ഗ്ലാസ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻ കേസ് ഫ്രഷ് എയർ വരണമെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. പിടിച്ചോണം കേട്ടോ, ചാടും ഇറങ്ങി ഇവിടുന്ന് കുതിക്കാൻ. കൊള്ളാം, അടിപൊളി. നാച്ചുറൽ ലൈറ്റിംഗ്, ഈ ഒരു ലൈറ്റിംഗ്. പിന്നെ കമ്മിങ് ടു ദി മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് കിഡ്സ് ബെഡ്റൂം. ഇതാണ് കിഡ്സ് ബെഡ്റൂം. അപ്പം രണ്ടുപേർക്ക് ഇവിടെ കിടക്കാൻ പറ്റും. കിഡ്സിന് പറ്റിയ 2 മുറിയാണ്. അപ്പോൾ അവിടുത്തെ ബെഡ്സ് ആണെങ്കിലും ഇത് ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് ബെഡാണ്. കുഷൻ ബെഡ്. ഡാമേജോ ബംസോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ 3 മെഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആഞ്ചലിൻ മോളുടെ ഒക്കെ മെഡൽസ് ആണ്. പിന്നെ അഗൈൻ കബോർഡ്സ് ഉണ്ട്. വീട്ടിൽ പഠിക്കാനും അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കബോർഡ്സ് അറ്റ് ദ സെയിം ടൈം ചേഞ്ചിങ് റൂംസ് ആൻഡ് ബാത്റൂം. ഇവിടെ ഒരു മുറിയുടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കിഡ്സ് റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മുറിയുടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ച. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് മിററിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാർഡ്രോബ് ആൻഡ് ചേഞ്ചിങ് റൂം ഉണ്ട്. ഇപ്പം ലൈറ്റ് ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല, മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പം ഇതാണ് എഗെയിൻ ഇറ്റ്സ് എ കുഷൻ ബെഡ് with carpet, and then coming to the curtain. ഇതൊരു ബാൽക്കണിയിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഗ്രില്ല് വൺ ഫോർ സേഫ്റ്റി റീസൺ. സോ ദിസ് ഈസ് ദി മാസ്റ്റർ ബെഡ്റൂം. കാണാൻ പറ്റും ഇവിടെ വളരെ നല്ല സിംപ്ലിസിറ്റിയാണ് ഇതിൻ്റെ ഈ റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. യുനോ ലെസ് ഓഫ് ഐറ്റംസ്, മിനിമലിസ്റ്റ് ഡിസൈൻ. അതിന് യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ ആണെങ്കിലും വളരെ ഹൈ ക്വാളിറ്റി ആൻഡ് റിച്ച് ഡിസൈനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ കാണാൻ പറ്റും. ടി വി വെച്ചിട്ടുണ്ട്. ഇവിടെ ടി വി വരും. ചെറിയൊരു വർക്ക് ടേബിൾ. എന്തൊരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വർക്ക് ടേബിൾ യൂസ് ചെയ്യാൻ പറ്റും.
അതിൻ്റെ വാൾസ് ആണെങ്കിലും കാണാൻ പറ്റും ഒരു കുഷൻ ആൻഡ് ഗ്ലാസ് വാളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ലോങ് ഡ്രേവ്സ് ആൻഡ് ഇപ്പോൾ ഈ ഒരു വാളാണ്, ഈ വാളിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് കാണാം. ഇറ്റ്സ് മോസ്റ്റ്ലി 90% ഇസ് ഗ്ലാസ്. അപ്പോൾ നമുക്കൊരു ഓപ്പൺനെസ്സും അതുപോലെ തന്നെ വെന്റിലേഷൻ ആൻഡ് ലൈറ്റ് ആണ് ഇങ്ങനത്തെ ഒരു വാൾ ഡിസൈനിൽ കൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഹോട്ടലിലോട്ടാണ് നമ്മൾ ഇനി പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കൂടാതെ ഇവിടെ ഒരു വേറൊരു റൂമാണ് ഹോം തിയേറ്റർ. ബട്ട് ഇവിടെ ഇപ്പം ബേസിക്കലി ആർക്കും താമസമില്ലാത്തതുകൊണ്ട് ഈ റൂമിലൊന്നും ചെയ്തിട്ടില്ല. അപ്പം മേ ബി ഏതാണ്ട് സം ടൈം ഈ ടെക്നോളജിയൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോം തിയേറ്റർ സിസ്റ്റമാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ വിത്ത് തിയേറ്റർ വിത്ത് സോഫ സീറ്റ് ആൻഡ് വിൽ ഹാവ് സം സ്മോൾ കൗണ്ടർ ഫോർ ദി ഹോം തിയേറ്റർ. Now coming to the balcony, ഇതാണ് ദി ഓപ്പൺ എയർ ബാൽക്കണി. ഇവിടെ ചെറിയ വല്ല പാർട്ടിയോ ഒരു മേ ബി 10 to 12 പീപ്പിളിനെ നമുക്കിവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാൽക്കണി വെച്ച് നമുക്ക് ഇങ്ങനെ സ്മോൾ പാർട്ടി ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഓപ്പൺ ഏരിയ, ഹാഫ് ഓപ്പൺ ആൻഡ് ഹാഫ് ക്ലോസ്ഡ് ബാൽക്കണിയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല വ്യൂവും കിട്ടും. ഹൗസിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ആണ് ഈ ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് അല്ലേ, ബാക്കിൽ തുണി വിരിക്കാനുള്ള സ്പേസ്, ബാക്ക് ഏരിയ. പിന്നെ മേളിലോട്ടൊരു സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടല്ലേ.